നമസ്കാരം, PSC യുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ആൻഡ് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള ഏഷ്യ വൻകരയെ പറ്റിയിട്ടാണ്. ലോകത്തിലെ വൻകരകളെ പറ്റി വ്യക്തമായിട്ട് നമ്മുടെ PSC യുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് വേൾഡ് ജോഗ്രഫി മേഖലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കടലുകളൊക്കെ ഏത് രാജ്യത്താണെന്നും അത് മാത്രമല്ല ചില പ്രധാനപ്പെട്ട ഭൂസവിശേഷതകളെ പറ്റിയൊക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ വൻകരകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലാണ് വരുന്നത്. അതുകൊണ്ട് ലോക വൻകരകൾ പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്വന്തം വൻകരയായിട്ടുള്ള ഏഷ്യയെ കുറിച്ച് തന്നെ പഠിക്കാം സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏഷ്യ വൻകര. ഏഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏതാ? ഏഷ്യയാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 4,44,44,100 സ്ക്വയർ കിലോമീറ്റർ ആണ്. പഠിച്ചോളനെ, ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ വിസ്തൃതി എത്രയാ? 4,44,44,100 സ്ക്വയർ കിലോമീറ്റർ ആണ്. ലോകത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 8.8% ഏഷ്യ ഭൂഖണ്ഡമാണ്. ലോകത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 8.8% ഏഷ്യ ഭൂഖണ്ഡമാണ്. ലോകത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 60% അധിവസിക്കുന്നത് എവിടെയാ? ഏഷ്യ വൻകരയിലാണ്. പഠിച്ചോളനെ, ലോകത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 60% അധിവസിക്കുന്നത് എവിടെയാ? നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. ഏഷ്യ വൻകരയിലെ മൊത്തം രാജ്യങ്ങളുടെ എണ്ണം 43 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളനെ, ഏഷ്യ വൻകരയിലെ മൊത്തം രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 48 ആണ്. ഇനി ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഏഷ്യ വൻകരയുടെ അതിർത്തികളെ പറ്റിയിട്ടാണ്. ഏഷ്യ വൻകരയുടെ അതിർത്തികൾ സൂയസ് കനാലിനും യുറാൽ നദിക്കും യുറാൽ മലനിരകൾക്കും കിഴക്ക് വശത്തായി കാണപ്പെടുന്ന വൻകരയാണ് ഏഷ്യ വൻകര. സൂയസ് കനാലിനും യുറാൽ നദിക്കും യുറാൽ മലനിരകൾക്കും കിഴക്ക് വശത്തായി കാണപ്പെടുന്ന വൻകരയാണ് ഏഷ്യ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു മാപ്പ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. അപ്പൊ മുകളിലോട്ട് എപ്പോഴും നോർത്ത് ആണ്, താഴേക്ക് എപ്പോഴും സൗത്ത് ആണ്. അതുപോലെ ഈ ഭാഗം എന്താണ്? എപ്പോഴും വെസ്റ്റ് ആണ്. അങ്ങേ സൈഡ് എന്താണ്? അത് ഈസ്റ്റ് ആണ്. അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് പഠിക്കുന്നേ? ഓക്കെ ആണ്. ഇനി എന്താ നമ്മുടെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്? സൂയസ് കനാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഫ്രിക്കയുടെ ഭാഗമായിട്ട് ഉള്ള കനാലാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സൂയസ് കനാൽ അവിടെ മാർക്ക് ചെയ്തു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? യുറാൽ നദിക്കും യുറാൽ മലനിരക്കും, യുറാൽ നദി എന്ന് പറയുന്നത് കസാഖിസ്ഥാന്റെ ഭാഗമായിട്ട് ഒഴുകുന്ന നദിയാണ് യുറാൽ നദി എന്ന് പറയുന്നത്. അവിടെ തന്നെയുള്ള മലനിരകളാണ് എന്തെന്ന് പറയുന്നത്? യുറാൽ മലനിരകൾ എന്ന് പറയുന്നത്. അപ്പോ സൂയസ് കനാലിനും യുറാൽ നദിക്കും യുറാൽ മലനിരക്കും കിഴക്കു വശത്തായിട്ട് കാണപ്പെടുന്ന, കിഴക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ സുഹൃത്തുക്കളെ, ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ കിഴക്ക് വശത്തായി കാണപ്പെടുന്ന വൻകരയാണ് ആരെന്ന് പറയുന്നത്? ഏഷ്യ വൻകര എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സൂയസ് കനാലിനും യുറാൽ നദിക്കും യുറാൽ മലനിരകൾക്കും കിഴക്ക് വശത്തായി കാണപ്പെടുന്ന വൻകരയാണ് ഏഷ്യ വൻകര. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. കോക്കസ് പർവ്വതനിരക്കും കാസ്പിയൻ കടലിനും കരിങ്കടലിനും തെക്കുവശത്തായി കാണപ്പെടുന്ന വൻകരയാണ് ഏഷ്യ വൻകര. കോക്കസ് പർവ്വതനിര എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വരും കേട്ടോ സുഹൃത്തുക്കൾ. ഇങ്ങനെയാണ് കോക്കസ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാസ്പിയൻ കടല് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കാസ്പിയൻ കടല് വരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് സീ വരുന്നതും ഏതാണ്? ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അപ്പോ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കോക്കസ് പർവ്വതനിരക്കും കാസ്പിയൻ കടലിനും കരിങ്കടലിനും തെക്കുവശത്ത്, തെക്കെന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടല്ലേ സുഹൃത്തുക്കളെ, തെക്കുവശത്തായി കാണപ്പെടുന്ന വൻകര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മളെ ഏഷ്യൻ വൻകര തന്നെയാണ് സുഹൃത്തുക്കള്. ഓർക്കുക, ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി നമുക്ക് 3 പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ കുറിച്ച് കൂടി പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏഷ്യ വൻകരയുടെ അതിർത്തികൾ പൂർത്തിയാകും. ആ 3 സമുദ്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ആദ്യമായി പറയാൻ പോകുന്നത് ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് മഹാസമുദ്രം. പഠിച്ചോളണേ, നമ്മുടെ ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അതാരാ? അത് പസഫിക് മഹാസമുദ്രമാണ്. ഏഷ്യ വൻകരയുടെ തെക്കു ഭാഗത്തായി കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. പഠിക്കണം, ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അത് പസഫിക് മഹാസമുദ്രവും, ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഇനി ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കുക, നമ്മുടെ ഏഷ്യ വൻകരയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവരുത്, അത് ആർട്ടിക് ഓഷൻ ആണ് കേട്ടോ. നമ്മുടെ ഏഷ്യ വൻകരയുടെ വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ നോർത്ത് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അത്
ആർട്ടിക് ഓഷൻ ആണ്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം പസഫിക് മഹാസമുദ്രം, ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം, ഏഷ്യ വൻകരയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അത് ആർട്ടിക് സമുദ്രമാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഏഷ്യ വൻകരയും ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളുമാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ മൗണ്ട് എവറസ്റ്റ് കാണപ്പെടുന്നത് ഏഷ്യ വൻകരയുടെ ഭാഗമായാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാം ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്ന എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഏഷ്യ വൻകരയുടെ ഭാഗമായിട്ടുള്ള നേപ്പാൾ രാജ്യത്തിലാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്ന ഡെഡ് സീഷോർ കാണപ്പെടുന്നത് ഏഷ്യൻ വൻകരയുടെ ഭാഗമായിട്ടാണ്. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്ന ഡെഡ് സീഷോർ കാണപ്പെടുന്നത് എവിടെയാണ്? ഏഷ്യൻ വൻകരയുടെ ഭാഗമായിട്ടാണ്. ഈ ഡെഡ് സീഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനും അതുപോലെ തന്നെ ജോർദാനും ഇടയിൽ കാണപ്പെടുന്ന ഒരു കടലാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു താഴ്ന്ന പ്രദേശമാണ് കേട്ടോ. എവിടെയാണ്? നമ്മുടെ ജോർദാനും ഇസ്രയേലിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് ഇറാഖിന്റെയും ഇറാന്റെയും ഇടയിലാണെന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോർദാനും ഇസ്രയേലിനും ഇടയിലാണ് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കൾ അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഏഷ്യ. ഏഷ്യയുടെ റീജിയണൽ ഡിവിഷൻസ് എങ്ങനെയാണെന്ന്. ഏഷ്യയെ പ്രധാനമായും 6 ഡിവിഷൻസുകളായി തരംതിരിക്കുന്നു. ഏഷ്യയെ പ്രധാനമായിട്ടും എത്ര ഡിവിഷൻസ് ആയിട്ട് തരംതിരിക്കുന്നത്? 6 ഡിവിഷൻസ് ആയിട്ടാണ് തരംതിരിക്കുന്നത്. ആദ്യത്തേത് മധ്യ ഏഷ്യ. ആദ്യത്തേതാണ് മധ്യ ഏഷ്യ. മധ്യ ഏഷ്യയുടെ ഭാഗമായി പ്രധാനമായും 5 രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നു. മധ്യ ഏഷ്യയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും എത്ര രാജ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്? 5 രാജ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അവ ഏതൊക്കെയാ? കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ. പഠിച്ചോളെ, ഇങ്ങനെ 5 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ സെൻട്രൽ ഏഷ്യ അഥവാ മധ്യ ഏഷ്യയുടെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാ രാജ്യങ്ങള്? കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങളുടെ ഭാഗമാ മധ്യ ഏഷ്യയുടെ ഭാഗമാണ്. രണ്ടാമത്തതാണ് കിഴക്കൻ ഏഷ്യ. ഏതാണ്? കിഴക്കൻ ഏഷ്യ. കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായി 7 രാജ്യങ്ങൾ കാണപ്പെടുന്നു. കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായിട്ട് എത്ര രാജ്യങ്ങളാണ് കാണപ്പെടുന്നത്? 7 രാജ്യങ്ങളാണ് കാണപ്പെടുന്നത്. അവ ഏതൊക്കെയാ? ചൈന, ജപ്പാൻ, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, മക്കാവു, മംഗോളിയ, തായ്വാൻ. പഠിച്ചോളണേ, കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 7 അവ ഏതൊക്കെയാ? ചൈന, ജപ്പാൻ, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, മക്കാവു, മംഗോളിയ, തായ്വാൻ എന്നിവയാണ്. ഇവിടെ നിന്ന് PSC ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. കിഴക്കൻ ഏഷ്യയുടെ അല്ലെങ്കിൽ മധ്യ ഏഷ്യയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഏതെന്നോ അല്ലെങ്കിൽ അല്ലാത്ത രാജ്യം ഏതെന്നോ ഒക്കെ പറഞ്ഞ് ചോദിക്കും. അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ ഒരു പോയിന്റ്സ് സുഹൃത്തുക്കള് പഠിച്ചു വെക്കുക. അടുത്തതാണ് വടക്കൻ ഏഷ്യ. ഏതാണ്? വടക്കൻ ഏഷ്യ. ഒരൊറ്റ രാജ്യം മാത്രം കാണപ്പെടുന്ന ഏഷ്യയുടെ ഫിസിയോളജിക്കൽ ഡിവിഷൻ എന്നറിയപ്പെടുന്നത് വടക്കൻ ഏഷ്യയാണ്. പഠിച്ചോളനെ, ഒരൊറ്റ രാജ്യം മാത്രം കാണപ്പെടുന്ന ഏഷ്യയുടെ ഫിസിയോളജിക്കൽ ഡിവിഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് വടക്കൻ ഏഷ്യയാണ്. അപ്പോ വടക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏതാ? 1. ആ രാജ്യം ഏതാ? അത് റഷ്യയാണ്. പഠിച്ചോളനെ, ഒരൊറ്റ രാജ്യം മാത്രം കാണപ്പെടുന്ന ഏഷ്യയുടെ ഫിസിയോളജിക്കൽ ഡിവിഷൻ എന്ന് ചോദിച്ചാൽ അത് വടക്കൻ ഏഷ്യയാണ്. വടക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന അപ്പൊ രാജ്യങ്ങളുടെ എണ്ണം 1. അത് ഏത് രാജ്യമാ വടക്കൻ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ളത്? റഷ്യ എന്ന വലിയ രാജ്യമാണ്. അടുത്തതാണ് തെക്കൻ ഏഷ്യ. ഏതാണ്? തെക്കൻ ഏഷ്യ. തെക്കൻ ഏഷ്യയുടെ ഭാഗമായി കാണപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 8. പഠിച്ചോളണേ, തെക്കൻ ഏഷ്യയുടെ ഭാഗമായി കാണപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 8. ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയുടെ ഫിസിയോളജിക്കൽ ഡിവിഷൻ എന്ന് ചോദിച്ചാൽ അത് തെക്കൻ ഏഷ്യയാണ്. പഠിച്ചോളണേ, ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയുടെ ഫിസിയോളജിക്കൽ ഡിവിഷൻ എന്ന് ചോദിച്ചാൽ അത് തെക്കൻ ഏഷ്യയാണ്. തെക്കൻ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാള്, പാകിസ്ഥാൻ, ശ്രീലങ്ക. ചുരുക്കം പറഞ്ഞ നമ്മുടെ ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ചേർന്നതാണ് ആരെന്ന് പറയുന്നത്? തെക്കൻ ഏഷ്യ എന്ന് പറയുന്നത്. പഠിച്ചോളണേ, അപ്പോ തെക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 8. ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയുടെ ഫിസിയോളജിക്കൽ ഡിവിഷൻ എന്നറിയപ്പെടുന്നത് തെക്കൻ ഏഷ്യയാണ്. തെക്കൻ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാ? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നമ്മുടെ സ്വന്തം ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാള്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയാണ്. ഇതാണ് പടിഞ്ഞാറൻ ഏഷ്യ. ഏതാണ്? പടിഞ്ഞാറൻ ഏഷ്യ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഏഷ്യയുടെ ഡിവിഷൻ എന്നറിയപ്പെടുന്നത് പടിഞ്ഞാറൻ ഏഷ്യയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഏഷ്യയുടെ ഡിവിഷൻ എന്നറിയപ്പെടുന്നത് പടിഞ്ഞാറൻ ഏഷ്യയാണ്. പടിഞ്ഞാറൻ ഏഷ്യയുടെ ഭാഗമായി രാജ്യങ്ങളുടെ എണ്ണം 20. പഠിച്ചോളണേ, പടിഞ്ഞാറൻ ഏഷ്യയുടെ ഭാഗമായുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 20. ഏതൊക്കെയാ രാജ്യങ്ങള്?
അർമേനിയ, അസർബൈജാൻ, ബഹ്റിൻ, സൈപ്രസ്, ജോർജിയ, ഇറാൻ, ഇറാഖ്, ഇസ്രയേല്, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ഒമാൻ, പാലസ്തീൻ സ്റ്റേറ്റ്, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE, അതുപോലെ തന്നെ യമൻ. ഇത്രയും രാജ്യങ്ങള് പടിഞ്ഞാറൻ ഏഷ്യയുടെ ഭാഗമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഇസ്രയേലും അതുപോലെ തന്നെ പാലസ്തീനൊക്കെ അങ്ങ് പഠിച്ചു വെച്ചോളണേ. ഇതൊക്കെ ഏത് ഏഷ്യയുടെ ഫിസിയോളജിക്കൽ ഡിവിഷന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഒരു പോയിന്റ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏഷ്യയുടെ ഡിവിഷൻ ചോദിച്ചാൽ പടിഞ്ഞാറൻ ഏഷ്യയാണ്. പടിഞ്ഞാറൻ ഏഷ്യയുടെ ഭാഗമായുള്ള രാജ്യങ്ങളുടെ എണ്ണം 20 ആ രാജ്യങ്ങൾ ഏതൊക്കെയാ? അർമേനിയ, അസർബൈജാൻ, ബഹ്റിൻ, സൈപ്രസ്, ജോർജിയ, ഇറാഖ്, ഇറാൻ, ഇസ്രയേൽ, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ഒമാൻ, പാലസ്തീൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE, അതുപോലെ യമനും സുഹൃത്തുക്കള് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് തെക്ക് കിഴക്കൻ ഏഷ്യ. ഏതാണ് തെക്ക് കിഴക്കൻ ഏഷ്യ? പടിഞ്ഞാറൻ ഏഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയുടെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്കു കിഴക്കൻ ഏഷ്യയാണ്. പടിഞ്ഞാറൻ ഏഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയുടെ ഭാഗം ചോദിച്ചാൽ അത് തെക്കു കിഴക്കൻ ഏഷ്യയാണ്. തെക്കു കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായുള്ള രാജ്യങ്ങളുടെ എണ്ണം 11. തെക്കു കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? 11. ഏതൊക്കെയാ രാജ്യങ്ങള്? ബ്രൂണൈ, മ്യാൻമർ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, തിമോർ ലെസ്റ്റ, വിയറ്റ്നാം എന്നിവയാണ് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പടിഞ്ഞാറൻ ഏഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയുടെ ഭാഗം ചോദിച്ചാൽ അത് തെക്ക് കിഴക്കൻ ഏഷ്യയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 11. ഏതൊക്കെയാ രാജ്യം? ബ്രൂണൈ, മ്യാൻമർ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, തിമോർ ലെസ്റ്റ, വിയറ്റ്നാം എന്നിവയാണ് സുഹൃത്തുക്കള് പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് ഏഷ്യ. ഏഷ്യയുടെ ജോഗ്രഫിക്കൽ ഡിവിഷൻസിനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഭൂമിശാസ്ത്രപരമായി ഏഷ്യ വൻകരയെ 7 തരംതിരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ജോഗ്രഫി ഡിവിഷൻസ് ഓഫ് ഏഷ്യ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. ഇനി അത് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായി ഏഷ്യ വൻകരയെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 7 തരംതിരിച്ചിരിക്കുന്നു. ആദ്യമായി പഠിക്കേണ്ടതാണ് നോർത്തേൺ ലോലാൻഡ്. നോർത്തേൺ ലോലാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ വടക്ക് കാണപ്പെടുന്ന താഴ്ന്ന സമതലങ്ങള്. ഏഷ്യ വൻകരയിൽ വിശാലമായ സമതല പ്രദേശങ്ങളാണ് നോർത്തേൺ ലോലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഷ്യ വൻകരയിലെ വിശാലമായിട്ടുള്ള സമതല പ്രദേശങ്ങളാണ് നോർത്തേൺ ലോലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലോലാൻഡ് പ്രദേശമാണ് ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിന്. പഠിച്ചു വെച്ചോളേ, ലോകത്തിലെ ഏറ്റവും വലിയ ലോലാൻഡ് പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാ? അത് ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിൻ ആണ്. പടിഞ്ഞാറ് യുറാൽ പർവ്വതനിരയ്ക്കും കിഴക്ക് ലെനാ നദിക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ലോലാൻഡ് പ്രദേശമാണ് ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. പടിഞ്ഞാറ് യുറാൽ പർവ്വതനിരയ്ക്കും കിഴക്ക് ലെനാ നദിക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ലോലാൻഡ് പ്രദേശമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിന്റെ ശരാശരി വിസ്തൃതി എന്ന് പറയുന്നത് 12 ലക്ഷം സ്ക്വയർ മൈലാണ്. പഠിച്ചോളേ, ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിന്റെ ശരാശരി വിസ്തൃതി എന്നതിന് അറിയപ്പെടുന്നത് എത്രയാണ്? 12 ലക്ഷം സ്ക്വയർ മൈലാണ്. വടക്കൻ ചൈനയിലെ അമൂർ നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് രൂപീകരിക്കപ്പെടുന്ന പ്രദേശമാണ് ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. വടക്കൻ ചൈനയുടെ ഭാഗമായുള്ള അമൂർ നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് രൂപീകരിക്കപ്പെട്ട പ്രദേശമാണ് ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിൻ എന്ന് അറിയപ്പെടുന്നത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. ചൈനയിലൂടെ ഒഴുകുന്ന ഹ്വാങ്ഹോ നദിയും യാങ്സി നദിയും ചേർന്ന് രൂപീകരിക്കുന്ന സമതല പ്രദേശമാണ് ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് ചൈന എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് യാങ്സി നദി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒഴുകുന്ന നദിയാണ് ഹൊയാങ്ഹോ എന്ന് പറയുന്നത്. അപ്പോൾ യാങ്സി നദിയും ഹൊയാങ്ഹോ നദിയും കൂടെ ചേർന്നിട്ട് നമ്മുടെ ചൈനയിൽ രൂപീകരിക്കുന്ന സമതല പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് ചൈന എന്ന്. എന്തെന്നാ? ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് ചൈന എന്ന്. ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു സമതല പ്രദേശങ്ങളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് സമതലങ്ങൾ. അതായത് യൂഫ്രട്ടീസ് നദിയും അതുപോലെ ടൈഗ്രീസ് നദിയും കൂടെ വന്നു ചേരുന്ന പ്രദേശത്തുണ്ടാകുന്ന സമതലമായിട്ടുള്ള ടൈഗ്രീസ്, യൂഫ്രട്ടീസ് സമതലങ്ങള്. അതുപോലെ തന്നെ ഗംഗാ സമതലം. നമുക്കറിയാം, ഗംഗയും ഗംഗയുടെ പോഷക നദികളും ചേർന്ന ഇന്ത്യയിലെ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കുന്ന സമതലം അറിയപ്പെടുന്ന പേരാണ് ഗംഗാ സമതലം എന്ന്. അതുപോലെ തന്നെ
ഇറവാടി സമതലം. ഇറവാടി സമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മുടെ മ്യാൻമറിന്റെ ഭാഗമായിട്ട് ഒഴുകുന്ന നദിയാണ് ഇറവാഡ നദി എന്ന് പറയുന്നത്. ആ ഇറവാഡ നദി മ്യാൻമറിലൂടെ ഒഴുകുന്ന സമയത്ത് ആ മ്യാൻമറിൽ വിശാലമായിട്ടൊരു പ്ലെയിൻ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സമതലം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ആ സമതലം അറിയപ്പെടുന്ന പേരാണ് ഇറവാടി സമതലങ്ങൾ എന്ന്. അപ്പോൾ ഇറവാടി സമതലം കാണപ്പെടുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ്. സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. അപ്പോൾ ചൈനയിലൂടെ ഒഴുകുന്ന ഹൊയാങ്ഹോ നദിയും യാങ്സി നദിയും ചേർന്ന് രൂപീകരിക്കുന്ന സമതല പ്രദേശമാണ് ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് ചൈന എന്നറിയപ്പെടുന്നത്. ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു സമതല പ്രദേശങ്ങളാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് സമതലങ്ങള്, ഗംഗാ സമതലം, ഇറവാടി സമതലങ്ങള് പഠിക്കുക. രണ്ടാമത്തതാണ് മധ്യ പർവ്വതനിരകൾ. ഏതാണ്? മധ്യ പർവ്വതനിരകൾ. ഏഷ്യയുടെ ഭാഗമായി വരുന്ന പർവ്വതനിരകൾ നിറഞ്ഞ പ്രദേശമാണ് മധ്യപർവ്വതനിര പ്രദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മധ്യ ഏഷ്യയുടെ ഭാഗമായി വരുന്ന പർവ്വതങ്ങൾ നിറഞ്ഞ പ്രദേശം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? അതാണ് മധ്യപർവ്വത നിര പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. പാമീർ, ടിയാൻഷാൻ എന്നീ മലനിരകൾ മധ്യപർവ്വതനിരകളുടെ ഭാഗമാണ്. പാമീർ, ടിയാൻഷാൻ എന്നീ മലനിരകള് മധ്യപർവ്വതനിരകളുടെ ഭാഗമാണ്. ഇതാണ് പാമീർ, ഇതാണ് ടിയാൻഷാൻ കേട്ടോ. അപ്പോൾ ഈ മലനിരകളെല്ലാം എന്തിന്റെ ഭാഗമാ? മധ്യപർവ്വതനിരകളുടെ ഭാഗമാണ്. ഏതിന്റെ? ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ മധ്യപർവ്വതനിരയുടെ ഭാഗമാണ്. അഫ്ഗാനിസ്ഥാൻ, ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായി മധ്യപർവ്വതനിര പ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നൊരു സംശയം വരുന്നത്, നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത് മധ്യപർവ്വതനിരയുടെ ഭാഗമാണോ എന്ന്? അല്ല. മധ്യപർവ്വതനിര പ്രദേശത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അത് ഒന്നെന്ന് പറയുന്നത് ടിയാൻഷാൻ എന്ന് പറയുന്ന പർവ്വതനിരയും മറ്റൊന്ന് പാമീർ പർവ്വതനിരയും. ഇവർ രണ്ടുപേരുടെ ചേർന്നിട്ടാണ് മധ്യപർവ്വതനിര പ്രദേശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ മധ്യപർവ്വതനിര പ്രദേശങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? അഫ്ഗാനിസ്ഥാൻ, ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ്. പർവ്വത ഭാഗമായുള്ള പുൽമേടുകളും കുറ്റിച്ചെടികളും മിതോഷ്ണ കോണിഫറസ് വനങ്ങളും ആൽപൈൻ വനങ്ങളും ഉൾപ്പെടെ നിരവധി ആവാസ വ്യവസ്ഥ ഇതിൽ കാണപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഈ മധ്യപർവ്വതനിരകളിൽ പ്രധാനമായിട്ടും പുൽമേടുകൾ കാണപ്പെടുന്നുണ്ട്, കുറ്റിച്ചെടികൾ കാണപ്പെടുന്നുണ്ട്, മിതോഷ്ണ കോണിഫറസ് വനങ്ങൾ കാണപ്പെടുന്നുണ്ട്, ആൽപൈൻ വനങ്ങളും കാണപ്പെടുന്നുണ്ട്. ഒന്നുകൂടി പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മധ്യപർവ്വതനിരയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് പുൽമേട്, വിശാലമായിട്ടുള്ള പുൽമേടുകൾ കാണപ്പെടും, അതുപോലെ തന്നെ കുറ്റിച്ചെടികൾ കാണപ്പെടും, അതുപോലെ തന്നെ മിതോഷ്ണ കോണിഫറസ് വനങ്ങൾ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ആൽപൈൻ വനങ്ങളും കാണപ്പെടുന്നുണ്ട്. പഠിക്കുക. രണ്ടോ അതിലധികമോ പർവ്വതങ്ങളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്ന പേരാണ് മൗണ്ടൻ നോട്ട് അഥവാ പർവ്വതക്കെട്ട്. പഠിച്ചോളണേ. രണ്ടോ അതിലധികമോ പർവ്വതങ്ങളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്ന പേരെന്താ? മൗണ്ടൻ നോട്ട് അഥവാ പർവ്വതക്കെട്ട്. ഏഷ്യയുടെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാന പർവ്വതക്കെട്ട് അഥവാ മൗണ്ടൻ നോട്ടാണ് പാമീർ പർവ്വതക്കെട്ട്. പഠിച്ചോളണേ. ഏഷ്യ വൻകരയുടെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ നോട്ട് അഥവാ പർവ്വതക്കെട്ട് ഏതാ സുഹൃത്തുക്കളെ? പാമീർ പർവ്വതക്കെട്ടാണ്. സുലൈമാൻ മലനിരകൾ, ഹിന്ദുകുഷ് മലനിരകൾ, കുൻലുൻ മലനിരകൾ, കാരക്കോറം മലനിരകൾ, ഹിമാലയം എന്നിങ്ങനെ 5 പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് പാമീർ കെട്ട് എന്നറിയപ്പെടുന്നത്. പഠിച്ചോളണേ. സുലൈമാൻ, ഹിന്ദുകുഷ്, കുൻലുൻ, കാരക്കോറം, ഹിമാലയം എന്നിങ്ങനെ 5 പർവ്വതനിരകളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്ന പേരാണ് പാമീർ കെട്ടെന്ന്. മധ്യപർവ്വതനിരയുടെ ഭാഗമായുള്ള പർവ്വതക്കെട്ടാണ് അർമേനിയൻ പർവ്വതക്കെട്ട്. പഠിച്ചോളണേ. മധ്യപർവ്വതനിരയുടെ ഭാഗമായുള്ള മറ്റൊരു പർവ്വതക്കെട്ടാണ് അർമേനിയൻ പർവ്വതക്കെട്ട് എന്നറിയപ്പെടുന്നത്. അർമേനിയൻ പർവ്വതക്കെട്ടിന്റെയും പാമീർ പർവ്വതക്കെട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിരകളാണ് എൽബംസും അതുപോലെ തന്നെ സാഗ്രോസ് മലനിരകള്. പഠിച്ചോളനെ. എൽബർസും അതുപോലെ സാഗ്രോസ് മലനിരകളും. പഠിച്ചോളനെ. അർമേനിയൻ പർവ്വതക്കെട്ടിനെയും പാമീർ പർവ്വതക്കെട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിരകൾ അറിയപ്പെടുന്ന പേരാണ് എൽബർസും അതുപോലെ സാഗ്രോസ് മലനിരകളും. ഒന്നുകൂടെ പറയാം, എൽബർസും അതുപോലെ തന്നെ സാഗ്രോസ് മലനിരകളും. ഏഷ്യയിലെ പ്രധാനപ്പെട്ട 2 മലനിരകളാണ് ടിയാൻഷാനും അതുപോലെ അൽത്തായ് പർവ്വതനിരകളും. ഇമ്പോർട്ടന്റ് ആണ്. ഏഷ്യയിലെ പ്രധാനപ്പെട്ട മറ്റു 2 പർവ്വതനിരകൾ ഏതൊക്കെയാ? ഒന്ന് ടിയാൻഷാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെ അൽത്തായ് പർവ്വതനിരകള്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏഷ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട കൊടുമുടികളാണ്. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് പഠിച്ചേ പറ്റൂ. ഏഷ്യയിലെ പ്രധാന കൊടുമുടികൾ. ആദ്യമായി പഠിക്കുവാനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്ന മൗണ്ട് എവറസ്റ്റിനെ പറ്റിയിട്ടാണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം 8848 മീറ്റർ ആണ്.
ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് നേപ്പാളാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. കൃത്യമായിട്ട് നേപ്പാളിലാണ്, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ എന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് ആരെയാ? മൗണ്ട് എവറസ്റ്റിനെ പറ്റിയിട്ടാണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാ? 8848 മീറ്റർ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ നേപ്പാൾ തന്നെയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാൾ ടിബറ്റിന്റെ അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ലോകത്തിലെ തന്നെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നൊക്കെ പറയൂ അല്ലെ. മൗണ്ട് K2ന്റെ മറ്റൊരു പേരെന്താ? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നൊക്കെ നമ്മൾ പറയും. മൗണ്ട് K2ന്റെ ഉയരം എന്ന് പറയുന്നത് 8611 മീറ്റർ ആണ്. മൗണ്ട് K2ന്റെ ഉയരം എത്രയാ? 8611 മീറ്റർ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ അതുപോലെ ചൈന അതിർത്തിയിലാണ്. പഠിച്ചോളനെ, മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ ചൈന അതിർത്തിയിലാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ LOCയിലാണ് കേട്ടോ. അതായത് ലൈൻ ഓഫ് കൺട്രോളിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിന്റെ ഭാഗമാണ് ആരെന്ന് പറയുന്നത്? മൗണ്ട് K2. അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ പാകിസ്ഥാൻ എന്ന് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് LOC ലൈൻ ഓഫ് കൺട്രോളിനകത്താണ് ആര് വരുന്നത്? മൗണ്ട് K2 വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാം എന്താണ്? മൗണ്ട് K2ന്റെ ഉയരം എത്രയാ? 8611 മീറ്റർ ആണ്. ഇത് പാകിസ്ഥാൻ ചൈന അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് കാഞ്ചൻജംഗ. ആരാണ്? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയുടെ ഉയരം 8586 മീറ്റർ ആണ്. 8586 മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. ഇനി തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നതും കാഞ്ചൻജംഗയാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കാഞ്ചൻജംഗയുടെ 2 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. എന്തൊക്കെയാ അത്? ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ഏതാ? കാഞ്ചൻജംഗ തന്നെയാണ്. അതുപോലെ തന്നെ തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാ? നമ്മുടെ കാഞ്ചൻജംഗ തന്നെയാണ്. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും കാഞ്ചൻജംഗ തന്നെയാണ്. പഠിക്കുക, കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാ? 8586 മീറ്റർ ആണ്. ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, നമ്മുടെ സ്വന്തം രാജ്യത്താണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഏത് സംസ്ഥാനത്തിലാ? സിക്കിമിലാണ്. ഇതും പഠിച്ചോളണേ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? സിക്കിമാണ്. പഠിക്കുക. അടുത്തതാണ് മക്കാലു കൊടുമുടി. ഏതാണ്? മക്കാലു കൊടുമുടി. മക്കാലു കൊടുമുടിയുടെ ഉയരം 8462 മീറ്റർ. മക്കാലു കൊടുമുടിയുടെ ഉയരം എത്രയാ? 8462 മീറ്റർ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ രാജ്യത്തിലാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാൾ ടിബറ്റ് അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് മക്കാലു. മക്കാലുവിന്റെ ഉയരം എത്രയാ? 8462 മീറ്റർ ആണ്. അടുത്തതാണ് ചോ ഓയു കൊടുമുടി. ഏതാണ്? ചോ ഓയു കൊടുമുടി. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 8201 മീറ്റർ ആണ്. ഇത് നേപ്പാളിന്റെ ഭാഗമായി കാണപ്പെടുന്ന കൊടുമുടിയാണ്. പഠിച്ചോളനെ. അടുത്ത കൊടുമുടി ഏതാ നമ്മൾ പറഞ്ഞത്? ചോ ഓയു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓയു എന്ന് പറയുന്ന കൊടുമുടിയാണ്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 8201 മീറ്റർ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? നേപ്പാളാണ്. നമ്മുടെ മൂന്നാമത്തെ ഡിവിഷൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ദ സെൻട്രൽ ആൻഡ് സദേൺ പ്ലേറ്റു അല്ലെങ്കിൽ മധ്യ തെക്കൻ പീഠഭൂമികൾ എന്ന് പറയാം. ദ സെൻട്രൽ ആൻഡ് സദേൺ പ്ലേറ്റു അഥവാ മധ്യ തെക്കൻ പീഠഭൂമികൾ ഏഷ്യ വൻകരയുടെ ഭാഗമായുള്ള പ്രധാന പീഠഭൂമികളാണ്. ഒന്നാമത്തത് ലഡാക്ക്. നമ്മൾ പഠിച്ചിരിക്കണം. ആരാ ആദ്യമേ പറയുന്നത്? ലഡാക്കിനെ പറ്റിയിട്ടാണ്. കാരക്കോറം മലനിരകൾക്കും ഹിമാലയൻ മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന പീഠഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. കണ്ടോ സുഹൃത്തുക്കളെ, ഇവിടെയാണ് ആര് കിടക്കുന്നത്? ലഡാക്ക് കിടക്കുന്നത്. അപ്പോ കാരക്കോറം മലനിരകൾക്കും, കാരക്കോറം മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന മലനിരകളാണ് കാരക്കോറം മലനിരകൾ. അതുപോലെ ഇങ്ങനെ കറങ്ങി ആര് പോകുന്നുണ്ട്? ഹിമാലയൻ പോകുന്നുണ്ട്. അപ്പോ കാരക്കോറം മലനിരയ്ക്കും ഹിമാലയൻ മലനിരയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന പീഠഭൂമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്ക് പീഠഭൂമിയാണ്. രണ്ടാമതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ടിബറ്റൻ പീഠഭൂമി. ഏതാ സുഹൃത്തുക്കളെ? ടിബറ്റൻ പീഠഭൂമി. കുൻലൂനിനും ഹിമാലയൻ പർവ്വതനിരയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ടിബറ്റൻ പീഠഭൂമി. ഈ ഒരു ഭാഗമാണ് കേട്ടോ സുഹൃത്തുക്കളെ ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുന്നത്. കുൻലൂനിനും ഹിമാലയൻ പർവ്വതനിരയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ടിബറ്റൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് യുനാൻ പീഠഭൂമി. ഏതാണ്? യുനാൻ പീഠഭൂമി.
ടിബറ്റൻ പീഠഭൂമിക്ക് തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന, കണ്ട ഇതാണ് ടിബറ്റൻ പീഠഭൂമി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ടിബറ്റൻ പീഠഭൂമിക്ക് തെക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലെ. ഇങ്ങനെ ടിബറ്റൻ പീഠഭൂമിക്ക് തെക്കു കിഴക്കായി കാണപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളിൽ നിന്നും സെച്ചുവാൻ തടത്തിനാൽ വേർതിരിക്കപ്പെട്ടതുമായ വിശാലമായ ഫലപുഷ്ടമായ പീഠഭൂമിയാണ് യുനാൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് വരും കേട്ടോ. ആരെന്ന് പറയുന്നത്? നമ്മുടെ യുനാൻ പീഠഭൂമി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് യുനാൻ പീഠഭൂമി എന്ന് ചോദിച്ചാൽ, ടിബറ്റൻ പീഠഭൂമിക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതും പർവ്വത നിരകളിൽ നിന്നും സെച്ചുവാൻ തടത്തിനാൽ വേർതിരിക്കപ്പെട്ടതുമായിട്ടുള്ള വിശാലമായ പീഠഭൂമി അറിയപ്പെടുന്ന പേരാണ് എന്താ? യുനാൽ പീഠഭൂമി. എന്താണ്? യുനാൽ പീഠഭൂമി പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പാമീർ പീഠഭൂമി. ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലുൻ, ഹിന്ദ്കുഷ് എന്നീ പർവ്വതനിരകളുടെ ഭാഗമായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആരാ പാമീർ പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയാൻ ഷാൻ മലനിരകള്, കാരക്കോറം മലനിരകള്, കുല്ലുൻ മലനിരകള്, ഹിന്ദുകുഷ് മലനിരകള് എന്നിവയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്നീ പർവ്വനിരകളുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിമാലയൻ പർവ്വനിരകളാൽ എല്ലാ വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന പീഠഭൂമി എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഹിമാലയൻ പർവ്വനിരകളാൽ എല്ലാ വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഏതാ? അത് പാമീർ പീഠഭൂമിയാണ്. അടുത്തതാണ് അർമേനിയൻ പീഠഭൂമി. ഏതാണ്? അർമേനിയൻ പീഠഭൂമി. കാസ്പിയൻ കടലിനും കരിങ്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് അർമേനിയൻ പീഠഭൂമി. കാസ്പിയൻ കടലിനും കരിങ്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് അർമേനിയൻ പീഠഭൂമി. അടുത്തതാണ് ഇറാനിയൻ പീഠഭൂമി. സാഗ്രോസ് പർവ്വതനിരകൾക്കും കാസ്പിയൻ കടലിനും കുമെൻ, ഖൊറാസാൻ പർവ്വതനിരകൾ എന്നിവയ്ക്കിടയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഇറാനിയൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. എന്താ ഇറാനിയൻ പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഗ്രോസ് പർവ്വതനിരകൾക്കും കാസ്പിയൻ കടലിനും അതുപോലെ തന്നെ തുർക്കുമേൻ, ഖൊറാസാൻ പർവ്വതനിരകൾ എന്നിവയ്ക്കിടയിലായിട്ട് കാണപ്പെടുന്ന പീഠഭൂമിയാണ് എന്താ? ഇറാനിയൻ പീഠഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതാണ് മംഗോളിയൻ പീഠഭൂമി. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. മംഗോളിയൻ പീഠഭൂമി. കിഴക്ക് ഗ്രേറ്റ് ഹിംഗൻ പർവ്വതനിരകള്, തെക്ക് ഇൻ പർവ്വതനിരകള്, പടിഞ്ഞാറ് അൽത്തായ് പർവ്വതനിരകള്, വടക്ക് സയാൻ ഖെന്തി പർവ്വതനിരകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട പീഠഭൂമിയാണ് മംഗോളിയൻ പീഠഭൂമി. PSC ചോദിച്ചത് മംഗോളിയൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതെന്നാണ്. ഉത്തരം ഏതാ? നമ്മുടെ ഏഷ്യ വൻകര തന്നെയാണ്. കാരണം മംഗോളിയ എന്ന് പറയുന്ന രാജ്യം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഏഷ്യയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, മംഗോളിയൻ പീഠഭൂമിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പ്രത്യേകത എന്താ? കിഴക്ക് ഗ്രേറ്റർ ഹിംഗൻ പർവ്വതനിര, തെക്ക് ഇൻ പർവ്വതനിരകള്, അതുപോലെ പടിഞ്ഞാറ് അൽത്തായ് പർവ്വതനിരകള്, വടക്ക് സയാൻ ഖെന്തി പർവ്വതനിരകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പീഠഭൂമിയാണ് മംഗോളിയൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഷാൻ പീഠഭൂമി. അടുത്ത പീഠഭൂമിയുടെ പേരെന്താ? ഷാൻ പീഠഭൂമി. മ്യാൻമറിന്റെ കിഴക്കൻ ഭാഗത്തുള്ള പെഗുയോമയ്ക്കും അർക്കൻയോമയ്ക്കും ഇടയിലായി വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമിയാണ് ഷാൻ പീഠഭൂമി. അടുത്ത പീഠഭൂമി ഏതാ സുഹൃത്തുക്കളെ? ഷാൻ പീഠഭൂമിയാണ്. ഷാൻ പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മ്യാൻമറിന്റെ കിഴക്കൻ ഭാഗത്തുള്ള പെഗുയോമയ്ക്കും അർക്കൻയോമയ്ക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമിയാണ് ഷാൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് നമ്മുടെ സ്വന്തം ഡെക്കാൻ പീഠഭൂമി. ഇമ്പോർട്ടന്റ് ആണ്, ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് പശ്ചിമഘട്ടത്തിനും കിഴക്ക് കിഴക്കൻ മലനിരകൾക്കും ഇടയിലായി ഇന്ത്യയുടെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പഠിച്ചോളണേ, ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയാ പറഞ്ഞത്. ഡെക്കാൻ പീഠഭൂമി എവിടെയാ? നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് ഡെക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത്. അവന്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾ. അതായത് ഒന്നുമില്ല, നമ്മുടെ ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ ഭാഗത്തൂടെ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കിഴക്ക് കിഴക്കൻ മലനിരകൾക്കും, കിഴക്ക് കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം സുഹൃത്തുക്കളെ, നമ്മുടെ ഹിമാലയൻ പർവ്വതം നേരെ ഇങ്ങനെ വന്ന് ഏകദേശം നമ്മുടെ അരുണാചൽ പ്രദേശൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്യും. ആ ബെൻഡിന് നമ്മൾ സിൻഡാക്സിയൽ ബെൻഡ് എന്നൊക്കെ വിളിക്കും. അപ്പൊ ഇങ്ങനെ അവൻ ഒന്ന് ബെൻഡ് ചെയ്ത് എന്ത് ചെയ്യും? പിന്നെ നേരെ അങ്ങ് താഴേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ താഴേക്ക് വരുന്ന ഈ ഒരു മേഖലയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വിളിക്കുന്നത് എന്താണ്? കിഴക്കൻ മലനിരകൾ എന്നാണ്. അതുകൊണ്ടാണ് ആ പോയിന്റ് അവിടെ വന്നത്. കിഴക്കൻ മലനിരകൾക്കും നേരെ തിരിച്ച് ഇപ്പുറം വരുമ്പോൾ പടിഞ്ഞാറ് ആരായിരിക്കുന്നത്? ഇങ്ങറ്റം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുണ്ട്. അതിന്റെ ഇടയിൽ കാണപ്പെടുന്ന വിശാലമായിട്ടുള്ള പീഠഭൂമിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡെക്കാൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമി ഇങ്ങനെ താഴെ ഏതുവരെ വരും? നമ്മുടെ തെക്കേ ഇന്ത്യ, അതായത് നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ഒട്ടുമിക്ക
സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങ് താഴെ വരെ എത്തും. ആരാണ്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗം വിന്ധ്യ സത്പുര മലനിരകൾ കാണപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്ത് വിന്ധ്യ സത്പുര മലനിരകൾ കാണപ്പെടുന്നു. പഠിക്കുക. അടുത്തതാണ് അനറ്റോലിയൻ പീഠഭൂമി. എന്താണ് അനറ്റോലിയൻ പീഠഭൂമി? തെക്ക് പോണ്ടിക് പർവ്വതനിരകൾക്കും തെക്കു പടിഞ്ഞാറ് ടോറസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് അനറ്റോലിയൻ പീഠഭൂമി. പഠിച്ചോളണേ, അനറ്റോലിയൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? തെക്ക് പോണ്ടിക് പർവ്വതനിരകൾക്കും തെക്കു പടിഞ്ഞാറായിട്ട് ടോറസിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് അനറ്റോലിയൻ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ദ പെൻസുലാർ ഏഷ്യ അഥവാ ഉപദ്വീപീയ ഏഷ്യ. എന്താണ് പെൻസുലാർ ഏഷ്യ അഥവാ ഉപദ്വീപീയ ഏഷ്യ? 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗമാണ് ഉപദ്വീപ് എന്നറിയപ്പെടുന്നത്. 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ഉപദ്വീപ് എന്ന്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമാണ്. ദക്ഷിണേഷ്യയുടെ ഭാഗമായുള്ള അറേബ്യ, ഇന്ത്യ, മലായ് എന്നിവയാണ് പ്രധാന ഉപദ്വീപുകൾ. അപ്പോ നമ്മുടെ ഏഷ്യയുടെ ഭാഗമായുള്ള പ്രധാന ഉപദ്വീപുകൾ ഏതൊക്കെയാ വരുന്നത്? ഒന്ന് അറേബ്യ, ഒന്ന് നമ്മുടെ സ്വന്തം ഇന്ത്യ, അതുപോലെ മലായ് എന്നിവയാണ് ഏഷ്യയുടെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപുകൾ. വടക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായി കാണപ്പെടുന്ന ഉപദ്വീപാണ് കംചത്ക ഉപദ്വീപ്. പഠിച്ചോളണേ, വടക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായി കാണപ്പെടുന്ന ഉപദ്വീപ് ഏതാ സുഹൃത്തുക്കളെ? കംചത്ക ഉപദ്വീപ്. ഒന്നുകൂടെ പേര് പറഞ്ഞു തരാൻ ശ്രദ്ധിക്കുക. കംചത്ക ഉപദ്വീപാണ് വടക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായി കാണപ്പെടുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് മരുഭൂമികൾ. എന്താണ് മരുഭൂമികളെ പറ്റി? അതായത് ഏഷ്യ വൻകരയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മരുഭൂമികൾ. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായുള്ള മരുഭൂമികളാണ് ഗോബി മരുഭൂമി, തക്ലാമക്കാൻ മരുഭൂമി, താർ മരുഭൂമി നമ്മുടെ സ്വന്തം ഇന്ത്യയില്, കാരകം മരുഭൂമി, റബ് അൽ ഖാലി മരുഭൂമികൾ. ഇത്രയും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി വരുന്ന മരുഭൂമികൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ഗോബി മരുഭൂമി, തക്ലാമക്കാൻ മരുഭൂമി, താർ മരുഭൂമി, കാരകം മരുഭൂമി, റബ് അൽ ഖാലി മരുഭൂമികൾ. റബ് അൽ ഖാലി മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ UAE-യിലെയും സൗദി അറേബ്യയിലെയും ഒക്കെ ഭാഗമായിട്ട് കിടക്കുന്ന മരുഭൂമിയില്ലേ, അതാണ് റബ് അൽ ഖാലി മരുഭൂമി എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാൻഡ് സീ എന്നറിയപ്പെടുന്ന മരുഭൂമിയാണ് റബ് അൽ ഖാലി മരുഭൂമി. ഓക്കെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാൻഡ് സീ അല്ലെങ്കിൽ മണൽ കടൽ എന്നൊക്കെ അറിയപ്പെടുന്ന മരുഭൂമി എന്ന് ചോദിച്ചാൽ അത് റബ് അൽ ഖാലി മരുഭൂമിയാണ്. റബ് അൽ ഖാലി മരുഭൂമി സൗദി അറേബ്യ, ഒമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE, യമൻ എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഏതൊക്കെ രാജ്യത്താ വ്യാപിച്ചു കിടക്കുന്നേ? സൗദി അറേബ്യ, ഒമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE, അതുപോലെ യമൻ എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. വീണ്ടും ഒന്നുകൂടി പറയാം, മരുഭൂമിയുടെ പേരെന്താ? റബ് അൽ ഖാലി മരുഭൂമി. ഇവന്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ സാൻഡ് സീ അല്ലെങ്കിൽ മണൽ കടൽ എന്നൊക്കെ അറിയപ്പെടുന്ന മരുഭൂമി ഏതാ? റബ് അൽ ഖാലി മരുഭൂമിയാണ്. ഫ്രാൻസ് എന്ന രാജ്യത്തേക്കാൾ വിസ്തൃതിയുള്ള ഏഷ്യൻ മരുഭൂമി എന്ന് ചോദിച്ചാൽ അത് റബ് അൽ ഖാലി മരുഭൂമിയാണ്. പഠിച്ചോളണേ, ഫ്രാൻസ് എന്ന രാജ്യത്തേക്കാൾ വിസ്തൃതിയുള്ള ഏഷ്യൻ മരുഭൂമിയാണ് റബ് അൽ ഖാലി മരുഭൂമി എന്നുള്ളത്. അതുകൂടെ സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. പിന്നെ പല സുഹൃത്തുക്കൾക്കുമുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മുടെ സഹാറ മരുഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ വൻകരയിലല്ല, അത് ആഫ്രിക്കൻ വൻകരയുടെ ഭാഗമാണ്. അതും ഇവിടെ സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക, ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോ ഫ്രാൻസ് എന്ന രാജ്യത്തെക്കാൾ വിസ്തൃതിയുള്ള ഏഷ്യൻ മരുഭൂമി ഏതാ? അതാണ് റബ് അൽ ഖാലി മരുഭൂമി. പഠിക്കുക. ആറാമതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ദ്വീപുകള്. പ്രധാനപ്പെട്ട ഏഷ്യയിലെ ഭാഗമായുള്ള ദ്വീപുകള്. 4 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട കരഭാഗം അറിയപ്പെടുന്ന പേരാണ് ദ്വീപുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, 4 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗം അറിയപ്പെടുന്ന പേരാണ് ദ്വീപുകള്. ദ്വീപുകളുടെ കൂട്ടങ്ങളെ ദ്വീപശൃംഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു കൂട്ടം ദ്വീപുകളെയാണെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുന്നു? ദ്വീപശൃംഖല എന്ന പേരിൽ വിളിക്കുന്നു. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ, ആൻഡമാൻ നിക്കോബാർ എന്നിവ ദ്വീപ സമൂഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ശ്രീലങ്കയുണ്ട്, അതുപോലെ തന്നെ മാലിദ്വീപ്സ് ഉണ്ട്. ഇവരെല്ലാവരും ആരാണ്? ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ദ്വീപുകളാണ്. എന്നാൽ പ്രധാനപ്പെട്ട ദ്വീപുകളായിട്ട് നമ്മൾ പറയുന്നത് ആരൊക്കെയാ? ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ. ജപ്പാൻ എന്ന് പറയുന്നത് ദ്വീപാണ്, ഓർത്തോളനെ. ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളാണ് പ്രധാനപ്പെട്ട ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ദ്വീപുകൾക്ക് ഉദാഹരണം. അതിനോടൊപ്പം നമ്മൾ ആരെയും പഠിച്ചു വെച്ചോളണം? ശ്രീലങ്കേനെയും അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് മാലിദ്വീപ്സിനെയും.
പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഏഷ്യൻ ഡ്രൈനേജ് സംവിധാനം അല്ലെങ്കിൽ ഏഷ്യയിലെ ജലപ്രവാഹങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. ഏഷ്യ എന്ന് പറയുന്ന വൻകരയിലെ ജലപ്രവാഹങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏഷ്യൻ ഡ്രൈനേജ് സിസ്റ്റം. ഏഷ്യയുടെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ ഭാഗമാണ് സമുദ്രങ്ങൾ, കടലുകൾ, നദികൾ, പോഷക നദികൾ, തടാകങ്ങൾ എന്നിവ. ഏഷ്യയുടെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ ഭാഗമാണ് സമുദ്രങ്ങള്, കടലുകള്, നദികള്, പോഷക നദികള്, അതുപോലെ തടാകങ്ങൾ എന്നിവ. ഏഷ്യൻ വൻകരയുടെ ഭാഗമായുള്ള സമുദ്രങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയാം. ഏഷ്യൻ വൻകരയുടെ ഭാഗമായിട്ടുള്ള സമുദ്രങ്ങൾ. ഏഷ്യൻ വൻകരയുടെ ഭാഗമായി പ്രധാനമായി 3 സമുദ്രങ്ങളാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഏഷ്യൻ വൻകര പ്രധാനമായിട്ടും 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഏഷ്യൻ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് പസഫിക് മഹാസമുദ്രം. ഏഷ്യൻ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് പസഫിക് മഹാസമുദ്രമാണ്. പസഫിക് മഹാസമുദ്രത്തിലേക്ക് പതിക്കുന്ന ഏഷ്യൻ നദികളാണ് പസഫിക് മഹാസമുദ്രത്തിലേക്ക് പതിക്കുന്ന ഏഷ്യൻ നദികളാണ് മേനം, മെക്കോങ്, സിജിയാങ്, ചാങ് സിജിയാങ്, ഹുവാങ് ഹോ, അമൂർ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. പസഫിക് മഹാസമുദ്രത്തിൽ പതിക്കുന്ന ഏഷ്യൻ നദികൾ ഏതൊക്കെയാ? മേനം, മെക്കോങ്, സിജിയാങ്, ചാങ് സിയാങ്, ഹുവാങ് ഹോ, അമൂർ. കാരണം എന്താ സുഹൃത്തുക്കളെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്താണ് ആര് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു? നമ്മുടെ പസഫിക് മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പസഫിക് മഹാസമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഈ ചൈനയുടെ പ്രദേശങ്ങളൊക്കെ. അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന നദികളാണ് കേട്ടോ, അതാണ് ഈ പേര്. അപ്പൊ നദികളുടെ പേര് ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. മേനം, മെക്കോങ്, സിജിയാങ്, ചാങ് സിയാങ്, ഹുവാങ് ഹോ, അമൂർ എന്നീ നദികളാണ്. ഏഷ്യൻ വൻകരയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഏഷ്യൻ വൻകരയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സമുദ്രം അല്ലെങ്കിൽ വലിയ സമുദ്രമാണ് ആരാ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പതിക്കുന്ന ഏഷ്യൻ നദികളാണ് ടൈഗ്രിസ്, യൂഫ്രട്ടീസ്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഇറവാടി നദി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സാൽവീർ എന്നീ നദികൾ പഠിച്ചോളണേ. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പതിക്കുന്ന ഏഷ്യൻ നദികൾ ഏതൊക്കെയാ? ടൈഗ്രീസ് നദി, യൂഫ്രട്ടീസ് നദി, സിന്ധു നദി, ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി, ഇറവാടി നദി, അതുപോലെ സാൽവീർ നദി. ഇവയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുന്ന നദികൾ എന്നറിയപ്പെടുന്നത്. ഏഷ്യൻ വൻകരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏഷ്യ വൻകരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിൽ പതിക്കുന്ന ഏഷ്യൻ നദികളാണ് ഒബ്, യെനിസെ, ലെന എന്നീ നദികൾ പഠിച്ചോളണേ. ആർട്ടിക് സമുദ്രത്തിൽ പതിക്കുന്ന ഏഷ്യൻ നദികൾ ഏതൊക്കെയാ? ഒബ്, യെനിസെ, ലെന എന്നിവയാണ്. ഈ നദികളെല്ലാം ആരുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ? റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ്. കാരണം എന്താ? ആർട്ടിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് കിടക്കുന്നത് റഷ്യൻ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ റഷ്യയിലെ നദികളായിട്ടുള്ള ഒബ്, യെനിസെ, ലെന എന്നീ നദികൾ എവിടെയാ പതിക്കുന്നത്? ആർട്ടിക് മഹാസമുദ്രത്തിലാണ് പതിക്കുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് കടലുകൾ. ഇമ്പോർട്ടന്റ് ആണ്. ഡ്രെയിനേജ് സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. അതിൽ രണ്ടാമതായി നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്? കടലുകൾ. ആദ്യത്തെ സമുദ്രം കഴിഞ്ഞു, ഇനി വരുന്നത് ആരാ? കടലുകൾ. 3 വശങ്ങളാലും കടലുകളാലും ഉൾക്കടലുകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന വൻകരയാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഏഷ്യ വൻകരയുടെ ഭാഗമായിട്ടുള്ള കടലുകളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഏഷ്യൻ വൻകരയുടെ ഭാഗമായുള്ള കടലുകൾ: ആൻഡമാൻ കടൽ, അറബിക്കടൽ, ബന്ധാക്കടൽ, ബാരൻസ് കടൽ, ബെറിൻ കടൽ, കരിങ്കടൽ, കാസ്പിയൻ കടൽ, കിഴക്കൻ സൈബീരിയൻ കടൽ, ജാവ കടൽ, കാരക്കടൽ, ലക്കാഡീവ് കടൽ, ജപ്പാൻ കടൽ, ഒഖോത്സ്ക് കടൽ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കടലുകൾ. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഈ കടലിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പറയും. അപ്പോൾ ഏഷ്യൻ വൻകരയുടെ ഭാഗമായിട്ടുള്ള കടലുകൾ ഏതൊക്കെയാ? ആൻഡമാൻ കടൽ, അറബിക്കടൽ, ബന്ധാക്കടൽ, ബാരൻസ് കടൽ, ബെറിൻ കടൽ, കരിങ്കടൽ, കാസ്പിയൻ കടൽ, കിഴക്കൻ സൈബീരിയൻ കടൽ, ജാവ കടൽ, കാരക്കടൽ, ലക്കാഡീവ് കടൽ, അതുപോലെ ജപ്പാൻ കടൽ, അതുപോലെ ഒഖോട്സ്ക് കടൽ. ഇത്രയുമാണ് ഏഷ്യൻ വൻകരയുടെ ഭാഗമായിട്ടുള്ള കടലുകൾ. ദക്ഷിണ ചൈന കടലും മഞ്ഞക്കടലും ഏഷ്യൻ വൻകരയുടെ ഭാഗമാണ്. പഠിച്ചോളണേ. ദക്ഷിണ ചൈന കടലും മഞ്ഞക്കടലും ആരുടെ ഭാഗമാ? ഏഷ്യൻ വൻകരയുടെ ഭാഗമാണ്. ഇതിൽ മഞ്ഞക്കടൽ സ്ഥിതി ചെയ്യുന്ന വൻകര എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിച്ചോളണം. ദക്ഷിണ ചൈന കടലും മഞ്ഞക്കടലും ഏഷ്യൻ വൻകരയുടെ ഭാഗമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായുള്ള ഏഷ്യൻ കടലുകളാണ് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ചെങ്കടലും. തെറ്റിക്കും പലരും. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായുള്ള ഏഷ്യൻ കടലുകൾ ഏതൊക്കെയാ? ബംഗാൾ ഉൾക്കടൽ,
അറബിക്കടൽ, ചെങ്കടൽ. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ചെങ്കടൽ എന്നിവയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഏഷ്യൻ കടലുകൾ. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെയും തമ്മിൽ വേർതിരിക്കുന്ന കടൽ എന്നറിയപ്പെടുന്നത് ചെങ്കടലാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിനെയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടൽ എന്നറിയപ്പെടുന്നത് ആരാ? അത് ചെങ്കടലാണ്. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായുള്ള ഏഷ്യൻ കടലുകളാണ്. പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായുള്ള ഏഷ്യൻ കടലുകൾ. സൗത്ത് ചൈന കടൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈന. സൗത്ത് ചൈന കടൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? ചൈന തന്നെയാണ്. സുലു കടൽ സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലാണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് പഠിച്ചോളണേ. സുലു കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഫിലിപ്പീൻസിലാണ്. സെലിബസ് കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ വടക്ക് ഭാഗത്ത്. സെലിബസ് കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ വടക്ക് ഭാഗത്താണ്. ബന്ദ കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്താണ്. ബന്ദ കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്താണ്. ഫ്ലോറസ് കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ തെക്ക് ഭാഗത്താണ്. ഈ 3 പോയിന്റും അങ്ങ് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. സെലിബസ് കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ വടക്ക് ഭാഗത്ത്. ബന്ദ കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത്. ഫ്ലോറസ് കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ തെക്ക് ഭാഗത്തുമാണ്. പഠിക്കുക. അടുത്തതാണ് മൊളൂക്ക കടൽ. മൊളൂക്ക കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. മൊളൂക്ക കടൽ സ്ഥിതി ചെയ്യുന്നത് സെലിബസ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. ജാവ കടൽ സ്ഥിതി ചെയ്യുന്നത് ജാവയുടെ വടക്ക് ഭാഗത്താണ്. ജാവ കടൽ സ്ഥിതി ചെയ്യുന്നത് ജാവയുടെ വടക്ക് ഭാഗത്താണ്. തിമോർ കടൽ സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്താണ്. തിമോർ കടൽ സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ്. അരഫുറ കടൽ സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്താണ്. അരഫുറ കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്താണ്. ബെറിൻ കടൽ സ്ഥിതി ചെയ്യുന്നത് വടക്കൻ റഷ്യയിലാണ്. പഠിച്ചോളണേ, പ്രീവിയസ് ആണ്. ബെറിൻ കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റഷ്യയുടെ വടക്കൻ ഭാഗത്ത് അല്ലെങ്കിൽ വടക്കൻ റഷ്യയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മൊളൂക്ക കടൽ സെലിബസ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത്. ജാവ കടൽ ജാവയുടെ വടക്ക് ഭാഗത്ത്. തിമോർ കടൽ ഓസ്ട്രേലിയയുടെ വടക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്നു. അരഫുറ കടൽ ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്നു. ബെറിൻ കടൽ വടക്കൻ റഷ്യയിൽ കാണപ്പെടുന്നു. പഠിക്കുക. അടുത്തതാണ് ഒഖോട്സ് കടല്. ഒഖോട്സ് കടൽ എവിടെയാണ്? കിഴക്കൻ റഷ്യയിലാണ് കാണപ്പെടുന്നത്. ഒഖോട്സ് കടൽ കാണപ്പെടുന്നത് എവിടെയാ? കിഴക്കൻ റഷ്യയിലാണ്. ജപ്പാൻ കടൽ കാണപ്പെടുന്നത് ജപ്പാന്റെ പടിഞ്ഞാറ് ഭാഗത്ത്. ജപ്പാൻ കടൽ കാണപ്പെടുന്നത് ജപ്പാന്റെ പടിഞ്ഞാറ് ഭാഗത്ത്. മഞ്ഞക്കടൽ കാണപ്പെടുന്നത് കൊറിയയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. മഞ്ഞക്കടൽ കാണപ്പെടുന്നത് കൊറിയയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. കിഴക്കൻ ചൈന കടൽ കാണപ്പെടുന്നത് ചൈനയുടെ കിഴക്ക് ഭാഗത്ത്. കിഴക്കൻ ചൈന കടൽ കാണപ്പെടുന്നത് ചൈനയുടെ കിഴക്ക് ഭാഗത്ത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒഖോട്സ്ക് കടൽ കാണപ്പെടുന്നത് കിഴക്കൻ റഷ്യയിലാണ്. ജപ്പാൻ കടൽ കാണപ്പെടുന്നത് ജപ്പാന്റെ പടിഞ്ഞാറാണ്. മഞ്ഞക്കടൽ കാണപ്പെടുന്നത് കൊറിയയുടെ പടിഞ്ഞാറാണ്. കിഴക്കൻ ചൈന കടൽ കാണപ്പെടുന്നത് ചൈനയുടെ കിഴക്ക് ഭാഗത്താണ്. പഠിക്കുക. ആർട്ടിക് സമുദ്രത്തിന്റെ ഭാഗമായി വരുന്ന ഏഷ്യൻ കടലുകളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ആർട്ടിക് സമുദ്രത്തിന്റെ ഭാഗമായി വരുന്ന ഏഷ്യൻ കടലുകൾ: കാരക്കടൽ, ലാപ്റ്റേവ് കടല്, കിഴക്കൻ സൈബീരിയൻ കടല്. ഇത് 3 സ്ഥിതി ചെയ്യുന്ന റഷ്യയിലാണ്. ഏതിന്റെ ഭാഗമാ? നമ്മുടെ ആർട്ടിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആർട്ടിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഏഷ്യൻ കടലുകൾ ഏതൊക്കെയാ? കാരക്കടല്, ലാപ്റ്റേവ് കടല്, അതുപോലെ കിഴക്കൻ സൈബീരിയൻ കടല്. ഈ 3 കടലുകളും എവിടെയാ കാണപ്പെടുന്നത്? റഷ്യ എന്ന് പറയുന്ന രാജ്യത്താണ് കാണപ്പെടുന്നത്. എന്നാൽ ഇത് ആർട്ടിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടാണെന്ന് കൂടെ സുഹൃത്തുക്കളെ ഓർത്തു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രധാനപ്പെട്ട ഏഷ്യയിൽ കാണപ്പെടുന്ന തടാകങ്ങള്. ഏഷ്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട തടാകങ്ങള്: ബൈക്കൽ തടാകം, ഒനേഗ തടാകം, ലിഡോഗ തടാകം, പീപ്പസ് തടാകം സ്ഥിതി ചെയ്യുന്നത് റഷ്യയാണ്. ഇതിൽ ബൈക്കൽ തടാകം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ബൈക്കൽ തടാകം, ഒനേഗ തടാകം, ലഡോഗ തടാകം, പീപ്പസ് തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? റഷ്യയാണ്. അഗാൻ തടാകം, മാഷു തടാകം, ബിവ തടാകം, ഷിക്കോത്സു തടാകം സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ്. പഠിച്ചോളണേ. അഗാൻ തടാകം, മാഷു തടാകം, ബിവ തടാകം, ഷിക്കോത്സു തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജപ്പാൻ രാജ്യത്തിന്റെ ഭാഗമാണ്. പഠിക്കുക. കിങ് ഹായ് തടാകം, ഖങ്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ചൈനയാണ്. പഠിച്ചോളണേ. കിങ് ഹായ് തടാകവും ഖങ്ക തടാകവും സ്ഥിതി ചെയ്യുന്നത് ചൈന രാജ്യത്തിലാണ്. ധാൽ തടാകം, ചിൽക്ക തടാകം, വേമ്പനാട് തടാകം, പുലിക്കാട്ട് തടാകം, സുഖ്ന തടാകം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. ധാൽ തടാകം, ചിൽക്ക തടാകം, വേമ്പനാട് തടാകം, പുലിക്കാട്ട് തടാകം, സുഖ്ന തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. മാറ്റനോ തടാകവും തോബ തടാകവും സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. മാറ്റനോ തടാകവും അതുപോലെ തന്നെ തോബ തടാകവും സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ രാജ്യത്തിന്റെ
ഭാഗമായാണ് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ശുദ്ധജല തടാകങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ശുദ്ധജല തടാകങ്ങൾ, ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ശുദ്ധജല തടാകങ്ങൾ. ആദ്യമായി നമുക്ക് പഠിക്കേണ്ടതാണ് ബൈക്കൽ തടാകം. ഏതാണ് ബൈക്കൽ തടാകം? ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം എന്നറിയപ്പെടുന്നത് ബൈക്കൽ തടാകം. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം എന്നറിയപ്പെടുന്നത് ആരാ? ബൈക്കൽ തടാകമാണ്. ബൈക്കൽ തടാകത്തിന്റെ ശരാശരി ആഴം 1620 മീറ്റർ ആണ്. ബൈക്കൽ തടാകത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് 1620 മീറ്റർ ആണ്. ലോകത്തിലെ ശീതീകരിക്കാത്ത ശുദ്ധജലത്തിന്റെ 20% ബൈക്കൽ തടാകത്തിൽ കാണപ്പെടുന്നു. ലോകത്തില് ശീതീകരിക്കാത്ത, അതായത് ഐസ് രൂപത്തിലല്ലാത്ത ശുദ്ധജലത്തിന്റെ 20% കാണപ്പെടുന്നത് എവിടെയാ? ബൈക്കൽ തടാകത്തിലാണ്. 25 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തടാകം എന്നും അറിയപ്പെടുന്നത് ബൈക്കൽ തടാകമാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. 25 ദശലക്ഷം വർഷം പഴക്കമുള്ളതും ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തടാകം എന്നും അറിയപ്പെടുന്നത് ഏതാ? അത് ബൈക്കൽ തടാകമാണ്. പഠിക്കുക. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ലോകത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയെന്നും അറിയപ്പെടുന്നത് ആരാണ്? അത് യാങ്സി നദിയാണ്. പഠിച്ചോളണേ, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയെന്നും ലോകത്തിലെ 3ാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയെന്നും അറിയപ്പെടുന്നത് യാങ്സി നദിയാണ്. യാങ്സി നദിയുടെ നീളം 6300 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 3915 മൈലാണ്. യാങ്സി നദിയുടെ നീളം 6300 കിലോമീറ്റർ അല്ലെങ്കിൽ 3915 മൈലാണ്. ടിബറ്റൻ പീഠഭൂമിയിലെ ഹിമാനികളിൽ നിന്നും കിഴക്കോട്ടൊഴുകി കിഴക്കൻ ചൈന കടലിൽ പതിക്കുന്ന നദിയാണ് യാങ്സി നദി. ടിബറ്റൻ പീഠഭൂമിയിലെ ഹിമാനികളിൽ നിന്നും കിഴക്കോട്ടൊഴുകി കിഴക്കൻ ചൈന കടലിൽ പതിക്കുന്ന നദിയാണ് യാങ്സി നദി എന്നറിയപ്പെടുന്നത്. ചൈനയുടെ ജീവരക്തം എന്നറിയപ്പെടുന്ന നദി യാങ്സി നദി. ചൈനയുടെ ജീവരക്തം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? യാങ്സി നദിയാണ്. ഈ ഒരു ഭാഗത്ത് അങ്ങ് പഠിച്ചു പൊക്കോളണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യാങ്സി നദി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? ചൈനയാണ്. കിഴക്കൻ തുർക്കിയിൽ നിന്നും ആരംഭിച്ച് സിറിയ, ഇറാൻ, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ ഒഴുകുന്ന നദിയാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾ എന്നുള്ളത്. കിഴക്കൻ തുർക്കിയിൽ നിന്നും ആരംഭിച്ച് സിറിയ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ ഒഴുകുന്ന നദിയാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ സന്ധിക്കുന്ന ഇറാഖിലെ നഗരമാണ് ഖുർണ നഗരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ സന്ധിക്കുന്ന ഇറാഖിലെ നഗരം ഏതാണ്? ഖുർണ നഗരം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ പതിക്കുന്നത് പേർഷ്യൻ ഗൾഫിലാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ പതിക്കുന്നത് എവിടെയാണ്? പേർഷ്യൻ ഗൾഫിലാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപപ്പെട്ട സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്നറിയപ്പെടുന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപപ്പെട്ട സംസ്കാരം ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ലവണ തടാകങ്ങൾ. എന്താണ് ലവണ തടാകങ്ങൾ? ആദ്യമായി പഠിക്കേണ്ടത് പേർഷ്യൻ ഗൾഫ്. ഏതാണ്? പേർഷ്യൻ ഗൾഫ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. പേർഷ്യൻ ഗൾഫ് 2,34,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തീർണമുള്ളതാണ് പേർഷ്യൻ ഗൾഫ്. 2,34,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ളതാണ് പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇറാഖ്, ഒമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങൾ. പേർഷ്യൻ ഗൾഫുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ഇറാൻ, ഒമാൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ താപനില കൂടുതലായതിനാൽ ഉയർന്ന ബാഷ്പീകരണ നിരക്കിന് വിധേയമാകാറുണ്ട് ആര്? പേർഷ്യൻ ഗൾഫ്. പഠിച്ചോളണേ, ഈ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ താപനില കൂടുതലായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ നോക്കിയേ. ഇറാൻ ആയിരുന്നാലും, ഒമാൻ ആയിരുന്നാലും, അതുപോലെ UAE ആയിരുന്നാലും, സൗദി അറേബ്യ ആയിരുന്നാലും, ഖത്തർ ആയിരുന്നാലും, ബഹ്റൈൻ ആയിരുന്നാലും, കുവൈറ്റ് ആയിരുന്നാലും, ഇറാഖ് ആയിരുന്നാലും, ഇവിടെയെല്ലാം താരതമ്യേന താപനില കൂടിയ പ്രദേശങ്ങളാണ്. അവിടെയാണ് ഈ പേർഷ്യൻ ഗൾഫ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേർഷ്യൻ ഗൾഫ് തടാകത്തിന്റെ ചുറ്റുപാടുമുള്ള താപനില കൂടുതലാണ്. ഇത് ബാഷ്പീകരണ നിരക്ക് കൂടുന്നതിന് കാരണമാകുന്നു. ആഴം കുറഞ്ഞ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ലവണാംശം വളരെ കൂടുതലായിരിക്കും. ആഴം കുറഞ്ഞ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ലവണാംശം വളരെ കൂടുതലാണ്. അടുത്തതാണ് ഒഖോട്സ് കടൽ. എന്താണ് ഒഖോട്സ് കടൽ? റഷ്യൻ വൻകരയ്ക്കും കംചത്ക ദ്വീപിനും ഇടയിലായി കാണപ്പെടുന്ന കടലാണ് ഒഖോട്സ് കടല്. പഠിച്ചോളണേ, ഒഖോട്സ് കടലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. റഷ്യൻ വൻകരയ്ക്കും
കംചത്ക ഉപദ്വീപിനും ഇടയിലായി കാണപ്പെടുന്ന കടലാണ് ഒഖോത്സ്ക് കടൽ എന്ന് പറയുന്നത്. കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാകത്തിന്റെ പോലെ തന്നെയാണ്. കാരണം എന്ന് ചോദിച്ചാൽ അതൊരു ഇടുങ്ങിയ പ്രദേശത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഉപ്പിന്റെ അംശം എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അവനൊരു തടാകമായിട്ട് കൺസിഡർ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒഖോത്സ്ക് കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ വൻകരയ്ക്കും കംചത്ക ദ്വീപിനും ഇടയിലായി കാണപ്പെടുന്ന കടലാണ് ഒഖോത്സ്ക് കടൽ എന്നുള്ളത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് സ്ട്രെയിറ്റ് അഥവാ കടലിടുക്കുകൾ. സ്ട്രെയിറ്റ് അഥവാ കടലിടുക്കുകൾ ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്ട്രെയിറ്റ് അഥവാ കടലിടുക്കുകൾ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. മലാക്ക കടലിടുക്കിന്റെ നീളം 800 കിലോമീറ്റർ. മലാക്ക കടലിടുക്കിന്റെ നീളം എത്രയാ? 800 കിലോമീറ്റർ ആണ്. ഫണൽ ആകൃതിയിൽ കാണപ്പെടുന്ന കടലിടുക്ക് മലാക്ക കടലിടുക്ക്. ഫണൽ ആകൃതിയിൽ കാണപ്പെടുന്ന കടലിടുക്ക് മലാക്ക കടലിടുക്ക്. മലാക്ക കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ആൻഡമാൻ കടലിനെയും സൗത്ത് ചൈന കടലിനെയും. പഠിച്ചോളനെ, മലാക്ക കടലിടുക്ക് ബന്ധിപ്പിക്കുന്ന ആരൊക്കെയാ? ആൻഡമാൻ കടലിനെയും അതുപോലെ സൗത്ത് ചൈന കടലിനെയും. ലോകത്തിലെ ഏറ്റവും ചെറിയ കടലിടുക്ക് എന്നറിയപ്പെടുന്നത് ബോസ്പോറസ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും ചെറിയ കടലിടുക്ക് എന്നറിയപ്പെടുന്നത് ബോസ്പോറസ് കടലിടുക്കാണ്. ബോസ്പോറസ് കടലിടുക്കിന്റെ നീളം 30 കിലോമീറ്റർ ആണ്. ബോസ്പോറസ് കടലിടുക്കിന്റെ നീളം എത്രയാ? 30 കിലോമീറ്റർ ആണ്. ബോസ്പോറസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് കരിങ്കടലിനെയും മർമര കടലിനെയും തമ്മില്. ബോസ്പോറസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെ തമ്മിലാ? കരിങ്കടലിനെയും മർമര കടലിനെയും തമ്മിലാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അമേരിക്കയെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ബെറിൻ കടലിടുക്ക്. വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അമേരിക്കയെ അല്ലെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് എന്നറിയപ്പെടുന്നത് ആരാ? ബെറിൻ കടലിടുക്കാണ്. ആസ്ട്രേലിയയിലെ ടാസ്മാനിയയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്കാണ് ബാസ് കടലിടുക്ക്. ആസ്ട്രേലിയയെ ടാസ്മാനിയയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ബാസ് കടലിടുക്കാണ്. ഓസ്ട്രേലിയയെ ടാസ്മാനിയയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ബാസ് കടലിടുക്കാണ്. ആഫ്രിക്കയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. ആഫ്രിക്കയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാ? ജിബ്രാൾട്ടർ കടലിടുക്കാണ്. പഠിക്കുക. ഇനി നമുക്ക് ഏഷ്യയിലെ പ്രധാനപ്പെട്ട കടലിടുക്കുകളും അവ ബന്ധിപ്പിക്കുന്നതും അതുപോലെ വേർതിരിക്കുന്നതുമായ പ്രദേശങ്ങൾ കൂടി ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ഏഷ്യയിലെ പ്രധാന കടലിടുക്കുകളും അവ വേർതിരിക്കുന്നതും ബന്ധിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രദേശങ്ങളും. ബെറിൻ കടലിടുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബെറിൻ കടലിടുക്ക് ഏഷ്യയെയും വടക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ബെറിൻ കടലിടുക്ക്. എന്നാൽ ബെറിൻ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് കിഴക്കൻ സൈബീരിയ കടലിനെയും അതുപോലെ ബെറിൻ കടലിനെയുമാണ്. അപ്പോൾ ബെറിൻ കടലിടുക്ക് വേർതിരിക്കുന്നത് ആരെയാ? ഏഷ്യയെയും വടക്കേ അമേരിക്കയും തമ്മിലാണ്. അതുപോലെ തന്നെയാണ് ഇവൻ ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെയാ? കിഴക്കൻ സൈബീരിയൻ കടലിനെയും ബെറിൻ കടലിനെയുമാണ്. ലാപ്പരോസ് കടലിടുക്ക് ഏതാണ്? ലാപ്പരോസ് കടലിടുക്ക് സഖാലിൻ ദ്വീപുകളെയും ഹൊണ്ടാക്കോ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ആര്? ലാപ്പരോസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലാപ്പരോസ് കടലിടുക്ക് ആരെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? ജപ്പാൻ കടലിനെയും ഒഖോസ് കടലിനെയും തമ്മിലാണ്. പഠിച്ചോളനെ. ലാപ്പരോസ് കടലിടുക്ക് എന്ന് പറയുന്നത് ആരെയൊക്കെയാ വേർതിരിക്കുന്നത്? സഖാലിൻ ദ്വീപിനെയും അതുപോലെ ഹൊക്കൈഡോ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ലാപ്പൗരസ് കടലിടുക്ക്. അപ്പൊ ലാപ്പൗരസ് കടലിടുക്ക് ആരെയൊക്കെ തമ്മിലാ വേർതിരിക്കുന്നത്? സഖാലിൻ ദ്വീപുകളെയും അതുപോലെ ഹൊക്കൈഡോ ദ്വീപുകളെയുമാണ്. എന്നാൽ ലാപ്പൗരോസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ജപ്പാൻ കടലിനെയും അതുപോലെ തന്നെ ഒഖോട്സ് കടലിനെയും തമ്മിലാണ് കേട്ടോ. ലാപ്പൗരോസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാ? ജപ്പാൻ കടലിനെയും അതുപോലെ തന്നെ ഒഖോട്സ് കടലിനെയും തമ്മിലാണ്. അടുത്തതാണ് ടാറ്റ കടലിടുക്ക്. ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ടാറ്റ കടലിടുക്ക്. ടാറ്റ കടലിടുക്ക് വേർതിരിക്കുന്നത് കിഴക്കൻ റഷ്യയെ എവിടെ നിന്നും? സഖാലിയൻ ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു. കിഴക്കൻ റഷ്യയെ സഖാലിൻ ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്നത് ആരാ? ടാറ്റ കടലിടുക്കാണ്. എന്നാൽ ടാറ്റ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെ തമ്മിലാ? ജപ്പാൻ കടലിനെയും അതുപോലെ തന്നെ ഒസ്തോക്ക് കടലിനെയും തമ്മിൽ. അപ്പോൾ 2 പോയിന്റ്സ് ഇവിടെ പറഞ്ഞു. ജപ്പാൻ കടലിനെയും ഒഖോട്സ് കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാ? ടാറ്റ കടലിടുക്കാണ്. അതുപോലെ തന്നെ കിഴക്കൻ റഷ്യയെ സഖാലിയൻ ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്നത് ആരാണ്? അതും ടാറ്റ കടലിടുക്കാണ്. അടുത്തതാണ് കൊറിയ കടലിടുക്ക്. ദക്ഷിണ കൊറിയയെ ക്യുഷു അഥവാ ജപ്പാനിൽ നിന്ന് വേർതിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കൊറിയ കടലിടുക്കാണ്. പഠിച്ചോളനെ. ദക്ഷിണ കൊറിയയെ എവിടെ നിന്നും? ക്യുഷു അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാ? അതാണ് കൊറിയ കടലിടുക്ക്. അതുപോലെ കൊറിയ കടലിടുക്ക് ബന്ധിപ്പിക്കുന്ന ആരൊക്കെയാ?
ജപ്പാൻ കടലിനെയും മഞ്ഞക്കടലിനെയും തമ്മിൽ. നമ്മുടെ കൊറിയൻ കടലിടുക്ക് ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാ? ജപ്പാൻ കടലിനെയും അതുപോലെ തന്നെ മഞ്ഞക്കടലിനെയും. അടുത്തതാണ് ഫോർമോസ കടലിടുക്ക്. ഏതാണ്? ഫോർമോസ കടലിടുക്ക്. തായ്വാനെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്കാണ് ഫോർമോസ കടലിടുക്ക്. തായ്വാനെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്കാണ് ഫോർമോസ കടലിടുക്ക്. അതുപോലെ തന്നെ ദക്ഷിണ ചൈന കടലിനെ കിഴക്കൻ ചൈന കടലുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഫോർമോസ കടലിടുക്കാണ്. ദക്ഷിണ ചൈന കടലിനെ കിഴക്കൻ ചൈന കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആരാ? ഫോർമോസ കടലിടുക്കാണ്. പഠിക്കുക. അടുത്തതാണ് ലുസോൺ കടലിടുക്ക്. ഏതാണ്? ലുസോൺ കടലിടുക്ക്. തായ്വാനെ ലുസോൺ അഥവാ ഫിലിപ്പീൻസുമായിട്ട് വേർതിരിക്കുന്ന കടലിടുക്ക് എന്ന് ചോദിച്ചാൽ അത് ലുസോൺ കടലിടുക്കാണ്. തായ്വാനെ ഫിലിപ്പീൻസിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് എന്ന് ചോദിച്ചാൽ അത് ലുസോൺ കടലിടുക്കാണ്. പസഫിക് മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായി ബന്ധിപ്പിക്കുന്നത് ലുസോൺ കടലിടുക്കാണ്. പസഫിക് സമുദ്രത്തിനെ ദക്ഷിണ ചൈന കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആരാ? ലുസോൺ കടലിടുക്കാണ്. അടുത്തതാണ് മഡഗാസ്കർ കടലിടുക്ക്. ബോർണിയോനെ സെലിബസ് ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? മഡഗാസ്കർ കടലിടുക്ക് എന്ന് പറയുന്നത്. മഡഗാസ്കർ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ജാവ കടലിനെയും സെലിബസ് കടലിനെയും തമ്മിൽ. അപ്പൊ മഡഗാസ്കർ കടലിടുക്ക് ബോർണിയോ അതുപോലെ സെലിബസ് ദ്വീപിനെ വേർതിരിക്കുകയും ജാവ കടൽ, സെലിബസ് കടൽ എന്നിവയെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് സുന്ദ്ര കടലിടുക്ക്. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. സുന്ദ്ര കടലിടുക്ക്. ജാവയെ സുമാത്രയിൽ നിന്ന് വേർതിരിക്കുന്നതാണ് സുന്ദ്ര കടലിടുക്ക്. ജാവ ദ്വീപുകളെ സുമാത്ര ദ്വീപിൽ നിന്ന് വേർതിരിക്കുന്നതാണ് സുന്ദ്ര കടലിടുക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ജാവ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സുന്ദ്ര കടലിടുക്ക് വഴിയാണ്. ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ ജാവ കടലും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് വഴിയാ? സുന്ദ്ര കടലിടുക്ക് വഴിയാണ്. അടുത്തതാണ് മലാക്ക കടലിടുക്ക്. ഏതാണ്? മലാക്ക കടലിടുക്ക്. മലയ ഉപദ്വീപിൽ നിന്നും സുമാത്രയെ എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. മലയ ഉപദ്വീപിൽ നിന്നും സുമാത്രയെ വേർതിരിക്കുന്നത് മലാക്ക കടലിടുക്കാണ്. ബംഗാൾ ഉൾക്കടലിനെ ജാവ കടലുമായി ബന്ധിപ്പിക്കുന്ന ആരാണ്? മലാക്ക കടലിടുക്കാണ്. ബംഗാൾ ഉൾക്കടലിനെ ജാവ കടലുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? മലാക്ക കടലിടുക്കാണ്. അടുത്തതാണ് ജഹോർ കടലിടുക്ക്. എന്താണ്? ജഹോർ കടലിടുക്ക്. സിംഗപ്പൂരിനെ മലേഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്ക് ജഹോർ കടലിടുക്കാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചോളണേ. ജഹോർ കടലിടുക്കാണ് സിംഗപ്പൂരിനെ മലേഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത്. മലാക്ക കടലിനെ ദക്ഷിണ ചൈന കടലുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? അത് ജഹോർ കടലിടുക്കാണ്. മലാക്ക കടലിനെ ദക്ഷിണ ചൈന കടലുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? ജഹോർ കടലിടുക്കാണ്. പഠിക്കുക. അടുത്തതാണ് ഹോർമുസ് കടലിടുക്ക്. ഏതാണ്? ഹോർമുസ് കടലിടുക്ക്. UAE-നെ ഇറാനിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക്. പഠിച്ചോളനെ. UAE-നെ ഇറാനിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക്. ഒമാൻ ഉൾക്കടലിനെ പേർഷ്യൻ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോർമുസ് കടലിടുക്ക്. ഒമാൻ ഉൾക്കടലിനെ പേർഷ്യൻ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഹോർമുസ് കടലിടുക്കാണ്. അടുത്തതാണ് ബോസ്ഫോറസ് കടലിടുക്ക്. നമ്മൾ പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ കടലിടുക്കായിട്ടുള്ള ബോസ്ഫോറസ് കടലിടുക്ക്. ഏഷ്യയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്കാണ് ബോസ്ഫോറസ് കടലിടുക്ക്. ഏഷ്യനെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്കാണ് ബോസ്ഫോറസ് കടലിടുക്ക്. മർമര കടലിനെ കരിങ്കടലുമായി ബന്ധിപ്പിക്കുന്നു ആര്? ബോസ്ഫോറസ് കടലിടുക്ക്. മർമര കടലിനെ കരിങ്കടലുമായി ബന്ധിപ്പിക്കുന്നു ആര്? ബോസ്ഫോറസ് കടലിടുക്ക്. അടുത്തതാണ് ഡാർഡാനെല്ലസ് കടലിടുക്ക്. ഏതാണ്? ഡാർഡാനെല്ലസ് കടലിടുക്ക്. ഏഷ്യയെ യൂറോപ്പുമായിട്ട് വേർതിരിക്കുന്ന കടലിടുക്കാണ് ഡാർഡാനെല്ലസ് കടലിടുക്ക്. ഏഷ്യനെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാ? ഡാർഡാനെല്ലസ് കടലിടുക്കാണ്. ഇവൻ ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാ? മെഡിറ്ററേനിയൻ കടലിനെ മർമര കടലുമായിട്ട്. മെഡിറ്ററേനിയൻ കടലിനെ മർമര കടലുമായി ബന്ധിപ്പിക്കുന്നത് ആരാ? ഡാർഡാനെല്ലസ് കടലിടുക്കാണ്. ഇവൻ വേർതിരിക്കുന്നത് ആരെയാ? ഏഷ്യയെ യൂറോപ്പിൽ നിന്നും. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ക്ലൈമറ്റ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ കാലാവസ്ഥയെ പറ്റി. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഏഷ്യ പ്രധാനമായും 3 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഏഷ്യ പ്രധാനമായും 3 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. വടക്ക് മധ്യ ഏഷ്യ, തെക്കു പടിഞ്ഞാറൻ ഏഷ്യ, തെക്കു കിഴക്കൻ ഏഷ്യ. ഇങ്ങനെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? വടക്ക് മധ്യ ഏഷ്യ, തെക്കു പടിഞ്ഞാറ് ഏഷ്യ, തെക്ക് കിഴക്ക് ഏഷ്യ എന്നിങ്ങനെ 3ആയിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ഏഷ്യയെ തരംതിരിച്ചിരിക്കുന്നു. വടക്ക് മധ്യ ഏഷ്യ. ഏഷ്യൻ വൻകരയുടെ മധ്യഭാഗങ്ങളിൽ വരണ്ട തണുത്ത ആർട്ടിക് ശീതക്കാറ്റ് വീശുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആർട്ടിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് ആര് വരുന്നുണ്ട്? ഏഷ്യ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഏഷ്യയുടെ വടക്ക് കിഴക്ക് മേഖലയിൽ ആർട്ടിക് സമുദ്രമാണ്. അവിടെ നിന്ന് തണുത്ത ശീതക്കാറ്റ് എങ്ങോട്ട് വീശും സുഹൃത്തുക്കളെ? നമ്മുടെ ഏഷ്യയിലെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായിട്ട് വീശാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വടക്ക് മധ്യ ഏഷ്യ പ്രദേശങ്ങളില് ഏഷ്യൻ വൻകരയുടെ ഈ ഭാഗങ്ങളിൽ വരണ്ട തണുത്ത ആർട്ടിക് ശീതക്കാറ്റ് വീശുന്നു.
പ്രധാനമായും റഷ്യയിലെ സൈബീരിയൻ പ്രദേശങ്ങളിലാണ് ഇത്തരം കാറ്റുകൾ വീശുന്നത്. ഗോതമ്പ്, ബാർലി, തിന, ഓട്സ് എന്നീ വിളകളാണ് പ്രധാനമായിട്ടും വടക്ക് മധ്യ ഏഷ്യ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. പഠിച്ചോളനെ, പ്രധാനമായിട്ടും റഷ്യയിലെ സൈബീരിയൻ മേഖലകളിലാണ് ഈ വരണ്ട തണുത്ത ആർട്ടിക് ശീതക്കാറ്റ് വീശുന്നത്. ഇവിടുത്തെ പ്രധാന കൃഷികൾ എന്തൊക്കെയാ? ഗോതമ്പ്, ബാർലി, തിന, ഓട്സ് എന്നീ വിളകളാണ് പ്രധാനമായും വടക്ക് മധ്യ ഏഷ്യ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. ഈ മേഖലകളിൽ തണുപ്പിന്റെ സാന്നിധ്യം മറ്റു വിളകൾ വളർച്ചയെ സാരമായി ബാധിക്കുന്നു. ഈ മേഖലയിലെ തണുപ്പിന്റെ സാന്നിധ്യം മറ്റു വിളകളുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്നു. വടക്ക് മധ്യ ഏഷ്യ പ്രദേശങ്ങളിൽ കൂടുതലായി കന്നുകാലി വളർത്തലിന് പ്രാധാന്യം നൽകുന്നു. ഉദാഹരണത്തിന് മംഗോളിയയിലെ കാർഷിക ഭൂമിയുടെ 75% ആടുകൾക്കും കന്നുകാലികൾ എന്നിവ വളർത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ വടക്ക് മധ്യ ഏഷ്യ പ്രദേശങ്ങൾ കൂടുതലായിട്ടും കന്നുകാലി വളർത്തലിന് പ്രാധാന്യം നൽകുന്നു. ഉദാഹരണത്തിന് മംഗോളിയയിൽ കാർഷിക ഭൂമിയുടെ 75% ആടുകൾ, കന്നുകാലികൾ എന്നിവയെ വളർത്തുന്നതിന് ഉപയോഗിക്കുന്നു. പഠിക്കുക. അടുത്തതാണ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യ. ഏതാണ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യ? മംഗോളിയയിലെ ഗോബി മരുഭൂമി മുതൽ പാകിസ്ഥാൻ, ഇറാൻ, അറേബ്യൻ ഉപദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യ. അപ്പോ തെക്കു പടിഞ്ഞാറൻ ഏഷ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലകളാണ് വരുന്നത്? മംഗോളിയയിലെ ഗോബി മരുഭൂമി മുതൽ പാകിസ്ഥാൻ, ഇറാൻ, അറേബ്യൻ ഉപദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യ. വരണ്ടതും ചൂടുള്ളതുമായ പ്രദേശമാണ് തെക്കു പടിഞ്ഞാറൻ മേഖല. വരണ്ടതും ചൂടുള്ളതുമായ പ്രദേശമാണ് തെക്കു പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത്. കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഈർപ്പവും മഴയും നന്നേ കുറവാണ് ഈ മേഖലകളിൽ. കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഈർപ്പവും മഴയും നന്നേ കുറവാണ് ഈ മേഖലകളിൽ. ബാർലി, ചോളം തുടങ്ങിയ ധാന്യങ്ങളാണ് പ്രധാനമായും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നത്. ബാർലി, ചോളം തുടങ്ങിയ ധാന്യങ്ങളാണ് ഈ മേഖലയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഈന്തപ്പഴം, അത്തിപ്പഴം, അപ്രിക്കോട്ട്, ഒലീവ്, ഉള്ളി, മുന്തിരി, ചെറി എന്നീ പഴവർഗ്ഗങ്ങളാണ് ഈ മേഖലയിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോ ഈ തെക്കു പടിഞ്ഞാറൻ ഏഷ്യ മേഖലയിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാ? ഈത്തപ്പഴം, അത്തിപ്പഴം, അപ്രിക്കോട്ട്, ഒലീവ്, ഉള്ളി, മുന്തിരി, ചെറി എന്നീ പഴവർഗ്ഗങ്ങളാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് തെക്ക് കിഴക്കൻ ഏഷ്യ മേഖല. ഏതാണ് തെക്ക് കിഴക്കൻ ഏഷ്യ മേഖല? വേനൽക്കാല മൺസൂൺ കൂടുതലായി അനുഭവപ്പെടുന്ന ഏഷ്യൻ മേഖലയാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖല. അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ ഏതിനകത്ത് വന്നു? തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ വന്നു. വേനൽക്കാല മൺസൂൺ കൂടുതലായി അനുഭവപ്പെടുന്ന ഏഷ്യൻ മേഖലയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തെക്ക് കിഴക്കൻ ഏഷ്യ എന്നറിയപ്പെടുന്നത്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ അത് തെക്ക് കിഴക്കൻ ഏഷ്യയാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ അത് തെക്ക് കിഴക്കൻ ഏഷ്യയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ മഴ കുറവുള്ള പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഗോതമ്പ് കൃഷിയും ചെയ്തു വരുന്നുണ്ട്. തെക്കു കിഴക്കൻ ഏഷ്യയിൽ മഴ കുറവുള്ള പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഗോതമ്പ് കൃഷിയും ചെയ്തു വരുന്നു. മാമ്പഴം, പപ്പായ, പൈനാപ്പിൾ തുടങ്ങിയ ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങളുടെ പ്രധാന ഉൽപാദക രാജ്യങ്ങളാണ് തെക്ക് കിഴക്കൻ ഏഷ്യ ഭാഗങ്ങള്. മാമ്പഴം, പപ്പായ, പൈനാപ്പിൾ തുടങ്ങിയ ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങളുടെ പ്രധാന ഉൽപാദക രാജ്യങ്ങളാണ് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ ഇന്ത്യ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ ഇന്ത്യ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ മൊത്തം മാമ്പഴ ഉൽപാദനത്തിന്റെ 40% ഇന്ത്യയിൽ നിന്നാണ്. പഠിച്ചോളനെ, ലോകത്തിന്റെ മൊത്തം മാമ്പഴം ഉൽപാദനത്തിന്റെ 40% എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് മൈനിങ് ആൻഡ് റിസോഴ്സ്. ഇതുകൂടെ ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഏഷ്യയുമായി ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ്സ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം മൈനിങ് ആൻഡ് റിസോഴ്സസ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ മൈനിങ് പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യ, റഷ്യ, ഇന്തോനേഷ്യ. പഠിച്ചോളണേ, ഏഷ്യൻ ഭൂഖണ്ഡത്തില് ഏറ്റവും കൂടുതൽ മൈനിങ് പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യ, റഷ്യ, ഇന്തോനേഷ്യ എന്നിവ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും ഉൽപാദനക്ഷമമായ ഖനന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളും ഇവ തന്നെയാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉൽപാദനക്ഷമമായ ഖനന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളെ എന്ന് ചോദിച്ചാൽ അതും ഈ ചൈന, ഇന്ത്യ, റഷ്യ, ഇന്തോനേഷ്യ എന്നിവ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അലുമിനിയം, സ്വർണം, കൽക്കരി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അലുമിനിയം, സ്വർണം, കൽക്കരി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രില്ലിംഗ് ഫ്ലൂയിഡുകളിൽ ഉപയോഗിക്കുന്ന ബാരൈറ്റ്, ഉരുക്ക് ഉൽപാദന മേഖലയിലും ചായങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ക്രോമിയം, മാംഗനീസ്, അലുമിനിയം, ഇരുമ്പ് എന്നിവ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പഠിച്ചോളനെ, ഡ്രില്ലിംഗ് ഫ്ലൂയിഡുകളിൽ ഉപയോഗിക്കുന്ന ബാരൈറ്റ്, ഉരുക്ക് ഉൽപാദന മേഖലയിലും ചായങ്ങളുടെ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന ക്രോമിയം,
മാംഗനീസ്, അലൂമിനിയം, ഇരുമ്പ് എന്നിവ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ടങ്സ്റ്റൺ, വജ്രങ്ങൾ, ഇരുമ്പ്, ഉരുക്ക് എന്നിവയുടെ പ്രധാന ഉൽപാദകരാണ് റഷ്യ. മറക്കരുത്, ടങ്സ്റ്റൺ, വജ്രങ്ങൾ, ഇരുമ്പ്, ഉരുക്ക് എന്നിവയുടെ പ്രധാന ഉൽപാദകരാണ് റഷ്യ. കൽക്കരി, സ്വർണം, ചെമ്പ്, ടിൻ എന്നിവയുടെ പ്രധാന ഉൽപാദകരാണ് ഇന്തോനേഷ്യ. കൽക്കരി, സ്വർണം, ചെമ്പ്, ടിൻ എന്നിവരുടെ പ്രധാന ഉൽപാദകരാണ് ഇന്തോനേഷ്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് അറേബ്യൻ ഉപദ്വീപീയ രാജ്യങ്ങള്. ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് അറേബ്യൻ ഉപദ്വീപിലെ രാജ്യങ്ങള്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക നിക്ഷേപം ഈ മേഖലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക നിക്ഷേപവും ഈ മേഖലയിൽ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിലെ മിഡിൽ ഈസ്റ്റിലും കാണപ്പെടുന്ന പ്രധാന ഗുണനിലവാരമുള്ള ക്രൂഡ് ഓയിൽ അറിയപ്പെടുന്ന പേരാണ് ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ഓയിൽ. പഠിച്ചോളനെ, അറേബ്യൻ ഉപദ്വീപിലും മിഡിൽ ഈസ്റ്റിലുമായി കാണപ്പെടുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള ക്രൂഡ് ഓയിൽ അറിയപ്പെടുന്ന പേരാണ് ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ഓയിൽ. പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ഓയിൽ ആണ്. പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ഓയിൽ ആണ്. പഠിക്കുക. ലോകത്തിലെ വലിയ പെട്രോളിയം നിർമ്മാതാക്കളായ സൗദി അറേബ്യ സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ ഉപദ്വീപിന്റെ ഭാഗമായാണ്. ലോകത്തിലെ വലിയ പെട്രോളിയം നിർമ്മാതാക്കളായിട്ടുള്ള സൗദി അറേബ്യ സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ ഉപദ്വീപിന്റെ ഭാഗമായാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് സൗദി അറേബ്യയുടെ ഭാഗമായിട്ടാണ്. പഠിച്ചോളനെ, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് സൗദി അറേബ്യയുടെ ഭാഗമായാണ്. റഷ്യയിലെ സൈബീരിയൻ മേഖലയിൽ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. ആർട്ടിക് മേഖലയിൽ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപവും കണ്ടെത്തിയിരിക്കുന്നു. റഷ്യയിലെ സൈബീരിയൻ മേഖലയിൽ ക്രൂഡ് ഓയിൽ ശേഖരണം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക് മേഖലയിൽ വൻതോതിൽ പ്രകൃതിവാതക ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യമാണ് റഷ്യയും ഇറാനും. പഠിച്ചോളനെ, ലോകത്തിൽ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യമാണ് റഷ്യയും ഇറാനും. ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്നത് ആരാ? അമേരിക്കയാണ്. പഠിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രയുമാണ് നമ്മൾ ഏഷ്യയുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസ് ബേസ് ചെയ്ത് മാത്രമല്ല, മെയിൻസിനൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസിന്റെ ടൈം ആകുമ്പോൾ നമുക്കൊന്ന് പ്രീവിയസ് റിവിഷൻ ചെയ്താൽ മതി. അത് മാത്രമല്ല, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ള മേഖലയാണ്. അപ്പൊ ഇപ്പൊ പ്രിലിംസിനും ഈ പറയുന്ന മെയിൻസ് പാർട്ട് 1 കൂടെ ഒന്നിച്ചങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസമായിരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.